ഒരു നോർമൽ ഒരു കസ്റ്റമറിന്റെ ഒരു അവസ്ഥയാണ്. 7-ം തീയതി ഒരു മൈക്കിന് ഓർഡർ കൊടുത്തതാ. ദാ ഇതാണ് സാധനം. ഓക്കെ. 7-ം തീയതി ഒരു മൈക്കിന് ഓർഡർ ചെയ്തു. 10-ം തീയതി അതായത് ഇന്ന് ഈ സാധനം കിട്ടുമെന്ന് പറഞ്ഞ ദിവസം ഇന്നാണ്. ഇന്ന് ആയിട്ടും കയ്യില് സാധനം കിട്ടിയിട്ടില്ല. എനിക്കിതാ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിനകത്താണ്. ഈ നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ദാ ഒരു ട്രൈപോഡ് വരുമെന്ന് പറഞ്ഞത് വെഡ്നെസ്ഡേ സാധനം കിട്ടി. അതിനുശേഷം ദാ ഒരു മെസ്സേജ് പോലും എനിക്ക് വന്നിട്ടില്ല. ഇന്ന് 10-ം തീയതി ഞാൻ ഇതിന്റെ അപ്ഡേറ്റ്സ് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 14-ം തീയതിക്കുള്ളിൽ റിസോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 5 മണിയായപ്പോൾ ഇട്ട മെസ്സേജാണ് ദാ ഇങ്ങനെ. ഡിലേ ആയി 11-ം തീയതി 11 മണി നാളെ 11 മണിക്കുള്ളിൽ നമ്മൾ സാധനം കൊണ്ട് ഡെലിവർ ചെയ്യുമെന്നുള്ള രീതിയിൽ. 6 മണിയായപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഓർഡർ അങ്ങ് ക്യാൻസലായി. ക്യാൻസലായിട്ട് വന്ന മെസ്സേജാണിത്. ഇതാ ഇതാണ് മെസ്സേജ് വന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ആ ഒരു സാധനം ക്യാൻസൽ ചെയ്തെന്നുള്ള രീതിയിൽ. അതായത് അവരെ സൈഡീന്ന്. സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും കൊണ്ടും അല്ല. ദാ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇപ്പോഴും അവർക്ക് ഇൻ സ്റ്റോക്കാണ്. എന്തുകൊണ്ട് ഇവര് ഈ സാധനം ഞങ്ങൾക്ക് എത്തിച്ച് തരുന്നില്ല? ഇത് ഡെലിവർ ചെയ്യാത്തുള്ള ഒരു പിൻ കോഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോപ്പിൽ കാണിച്ചേനെ. ഇത് ഞാൻ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്ത സാധനമാണ്. ഇത് എന്താണ് ഈ ഒരു സംഭവം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തിനാണ് അങ്ങനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ഒരു ഓർഡർ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്നത്? ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്ത് തന്നു. ഓക്കെ. നമുക്ക് ഫണ്ട് കൊടുത്ത് നമ്മള് സാധനം വാങ്ങാനല്ലേ ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നേ. അല്ലാതെ എന്തിനാ വെറുതെ ഈ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാണ് വെറുതെ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങക്കിപ്പം ആ ഒരു സംഭവം ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഓർഡർ എടുക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.